കാണുന്നത്. ഈ കലോത്സവ നഗരി അത് ആവേശക്കടലിലേക്ക് പോകുമെന്നുള്ളത് ഇവിടെ നിറയെ ആളുകളെത്തി, കുട്ടികളെത്തി, മത്സരങ്ങൾ, അങ്ങനെ ഒരു പൊടി പൂരത്തിന്റെ അതിഥികളാണ് എത്താൻ പോകുന്നത്. ഇവിടെ കൃഷ്ണൻ ചേട്ടൻ പോകുന്നത് കേട്ടോ. മുഴുവൻ ടീമും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ടീമിനെ ഒന്ന് കാണിക്കാം. അവലെ മിഥുന എല്ലാവർക്കും ജോയിൻ ചെയ്യാം, പ്ലീസ്. പുത്തൻപള്ളിയുടെ അവസാന നിമിഷമാണ്. കൃഷ്ണൻ ചേട്ടോ ഞങ്ങളുടെ തലൈവറാണ്, ഞങ്ങളുടെ ജനം ടിവിയുടെ ടീമിനെ നയിക്കുന്ന, കലോത്സവം ടീമിനെ നയിക്കുന്ന കൃഷ്ണൻ ചേട്ടൻ പ്ലീസ് വാ. ഇവിടെ നമ്മുടെ ഫുൾ ടീം ഇവിടെ സജ്ജമാണ്. നമ്മുടെ എല്ലാ വിശേഷങ്ങളും അത് പ്രേക്ഷകരിലേക്ക് കലോത്സവത്തിന്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. എല്ലാ വിശേഷങ്ങളും കൃത്യമായി തന്നെ. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം കലോത്സവം? ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. മുൻപ് തൃശ്ശൂർ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് എങ്ങനെയാണോ തൃശ്ശൂർ ഏറ്റെടുത്തത് അമ്മാതിരി ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നാടക മത്സരം നടക്കുന്ന വേദികളിൽ സാധാരണ മീഡിയക്കാർക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് പോലും കയറിയിരിക്കാൻ പറ്റാത്തത്ര തിരക്കാണ്. ഈ നാടകത്തെയൊക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ അമച്ചർ സംഘങ്ങൾ, നാടക സംഘങ്ങളുള്ള സ്ഥലമാണ്. പക്ഷേ ഇത്തവണ അത്ര വലിയ തിരക്കുണ്ടായില്ല. മാത്രമല്ല മിമിക്രി വേദിയിലും സമാനമാണ്. 1-2 മണിക്കൂർ കൊണ്ട് ഒരുപക്ഷെ ഒരു മിമിക്രി മത്സരം കഴിയും. പക്ഷേ ഒരു തരത്തിലും അങ്ങോട്ടേക്ക് കടന്നു പറ്റാത്തൊരവസ്ഥയാണ് സാധാരണ ഉണ്ടാകുന്നത്. കാലാവസ്ഥയടക്കം അതിന് പ്രതികൂലമായിട്ട് നല്ല ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ചൂട് എങ്ങനെ ആളുകൾ പുറത്തിറക്കും എന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ നമുക്കറിയാം പൂരച്ചൂടിനടക്കം തോൽപ്പിച്ചിട്ടുള്ള തൃശ്ശൂർക്കാരാണ് ഇനി വരാനിരിക്കുന്ന 2 അതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ പൂര ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഒരുപോലെ നിന്ന് ആർപ്പ് വിളിക്കുന്ന മനുഷ്യരാണ് ഇവിടുത്തേത്. ഒരുപക്ഷെ ഇതിനെ അത്ര ഒരു തിരക്കാണ് മനുഷ്യർക്ക്. 30 സെക്കൻഡിൽ ഒരുപക്ഷെ എല്ലാം കണ്ടുപോകാൻ പറ്റുന്ന മനുഷ്യരുടെ കാലമാണല്ലോ റീൽസ്. നമ്മളിവിടുത്തെ ഏറ്റവും നല്ല വിഷ്വൽസ് എന്താണോ അത് അവർക്ക് പെട്ടെന്ന് മൊബൈലിൽ കിട്ടും. അപ്പോൾ അതൊക്കെ കൊണ്ടാവാം എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അവസാനത്തെ ഒരു 2 ദിവസങ്ങളോട് അടുക്കുമ്പോൾ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സ്വർണ്ണക്കപ്പ്, സ്വന്തം കയ്യിലിരിക്കുന്ന സ്വർണ്ണക്കപ്പ് ആർക്ക് കൈമാറും, അതോ ഈ റൗണ്ട് വിട്ട് പുറത്തേക്ക് കൊടുക്കില്ല എന്നുള്ള ഒരു വാശി തീർച്ചയായിട്ടും ഇപ്പോൾ കോഴിക്കോടും കണ്ണൂരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെങ്കിലും ഒരു തരത്തിലും മിഥുൻ കഴിഞ്ഞ തവണയും പക്ഷപാതിയാണ്. അത് നമ്മൾ തൃശ്ശൂർക്കാരെടുത്തു, എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന കാലാണല്ലോ തൃശ്ശൂർക്കാര്. കൊല്ലംകാര് വിട്ടുകൊടുക്കാൻ പറ്റുമോ? കൊല്ലംകാര് ഒട്ടും തിരുവനന്തപുരംകാര് വിട്ടുതന്നിരിക്കുന്നു. നമുക്ക് അവസാനം കാണാം. കൊല്ലം ചിത്രത്തിലേ ചിത്രത്തിലൊക്കെ വരും. ഇന്ന് 3ാമത്തെ ദിവസമാണ്. കണ്ടോ ഇന്ന് കോഴിക്കോട് ലീഡ് ചെയ്യാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ എത്തിയിരിക്കുന്ന കൂടുതൽ ഇന്ന് കോഴിക്കോടിന് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്ന കോഴിക്കോടിന് അനുകൂലമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും തയ്യാറെടുപ്പോടെ വർഷങ്ങളായി വരുന്നത് കോഴിക്കോട് ജില്ലയാണ് കേട്ടോ. തുറന്നു പറയാം, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവർ അത്രയും അത് എന്തുകൊണ്ടാണെന്നറിയോ? കോഴിക്കോടിന്റെ സായാഹ്നങ്ങൾ എപ്പോഴും കലയോട് ചേർന്ന് നിൽക്കുന്നതായി. നമ്മളൊരു പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാൾ പാടുന്നെങ്കിൽ നമുക്കതൊരു കൗതുകമായി തോന്നും, അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെ ഒരാളോ ഒന്ന് ചിന്തിക്കും. പക്ഷേ കോഴിക്കോട് അങ്ങനെയല്ല. വലിയ സംഘങ്ങളാണ്. എന്ത് രസമുള്ളൊരു പ്രദേശമാണ്. ആ ബീച്ചിലൊക്കെ വൈകുന്നേരങ്ങൾ സംഗീതമയമാണ്. ഒരു പോയിന്റ് ഇതിലെ പറഞ്ഞിരുന്നോ പ്രേക്ഷകരോട്? ഇന്നത്തെ പോയിന്റ് ഇപ്പോൾ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കണ്ണൂരാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. 487 പോയിന്റാണ് കണ്ണൂർ നേടിയിരിക്കുന്നത്. തൊട്ടുപുറകിൽ കോഴിക്കോട്, നമ്മൾ പറഞ്ഞിരുന്ന കോഴിക്കോട് 483 പോയിന്റാണ്. തൃശ്ശൂർ 481 പോയിന്റ് നേടി. ചെറിയ പോയിന്റിന്റെ വ്യത്യാസമാണ്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ കപ്പടിച്ചത് ഒറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ്. അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവസാന ദിവസമായിരുന്നു കൂടുതൽ പോയിന്റുകൾ. അതായത് ഒരേ മത്സരത്തിൽ തന്നെ 1, 2, 3 സ്ഥാനം തൃശ്ശൂരിലെ കുട്ടികൾ നേടി. അതാണ് അട്ടിമറിയിലേക്ക് നയിച്ചത് എന്നുള്ളത്. അത് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അത് പ്രേക്ഷകർക്കും അല്ല, അമല് കലോത്സവത്തിലെ നിറസാന്നിധ്യമായിരുന്നു. വട്ടപ്പാട്ട്, ദഫ്മുട്ട് കലാകാരനാണ്. മിഥുൻ അയ്യപ്പനെ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എങ്ങോട്ടാണ് വരുന്നത് എനിക്കറിയാം. ഇനി എന്നെ കൊണ്ട് കൂടി പാട്ട് പാടിക്കണം. ചെമ്മീൻ ചാടിയ അല്ല, എന്താ നന്ന അസാധ്യ കലാകാരനാണ്. ഒരു പാട്ട് പാടാതെ വിടാൻ പറ്റൂല. നമ്മളെല്ലാരും കൂട്ടായിട്ട് പാടും ഒരു നാടൻ പാട്ടാണ്. അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നിട്ട് തൃശ്ശൂരിനെ കുറിച്ചുള്ള പാട്ട് നമ്മുടെ എല്ലാ പൂരത്തിനും പാടുന്നതാണ്. ബോറായി പൂരങ്ങളുടെ പൂരം പാടാം അല്ലേ? റെഡി, 1, 2, 3 സ്റ്റാർട്ട്. പൂരങ്ങളുടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലിയിറങ്ങണ ഊര് നമ്മുടെ ഊര്, ഇപ്പറഞ്ഞ നാടിന് കരയേഴു മുട്ടുക്കു പേര്, കാണണമെങ്കിൽ കാണണം ഗടി തൃശ്ശിവ പേരൂര്.
കാന്താ ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. കാന്തേ നീയും പോര് തൃശിവ പേരൂർ പൂരം കാണാൻ. ആ പൂരം എനിക്കൊന്ന് കാണണം കാന്താ, എനിക്കൊന്ന് കൊട്ടണം കാന്താ, തിമില എനിക്കൊന്ന് കൊട്ടണം കാന്താ. കാന്താ ഞാനും പോരാം തൃശൂർ പൂരം കാണാൻ. അപ്പൊ 2 ദിവസം കൂടി ബാക്കിയുണ്ട്. എല്ലാവരും തൃശ്ശൂരിലേക്ക് വന്നോളൂ അല്ലേ? ഇതിനെ ഇതൊക്കെ കഴിഞ്ഞാലേ ഈ പിടുത്തം വിട്ടാലും ജഡ്ജസ് ആയിട്ടൊക്കെ രക്ഷപ്പെടുമായിരിക്കും അല്ലേ? അതെ, തീർച്ചയായും. പ്രത്യേകിച്ച് കൃഷ്ണൻ ചേട്ടൻ പ്രത്യേക ഒരു ഭാവി ഞാൻ കാണുന്നുണ്ട്. അപ്പോ എല്ലാവരും ഭാവിയുള്ളവരല്ലേ? അതെ തീർച്ചയായും.